ചെറുകിട ജലവൈദ്യുത പദ്ധതിയുമായി കമ്പനി മുന്നോട്ടു പോകുമ്പോൾ മാമലക്കണ്ടത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. നിർദ്ദിഷ്ട പദ്ധതിക്കായി ടണൽ നിർമ്മിക്കുന്നതിന് മല തുരക്കേണ്ട ഭാഗങ്ങളിൽ 1997 ഉരുൾപൊട്ടിയിരുന്നു. അന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഇന്നും മാമലക്കണ്ടത്ത് ജീവിച്ചിരിപ്പുണ്ട്. കമ്പനി ടണൽ നിർമ്മിക്കുമ്പോൾ അന്നത്തെ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളാകെ. മാമലക്കണ്ടം പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ടണൽ നിർമ്മിക്കേണ്ട മലയുടെ അടിവാരങ്ങളിൽ പേടിയോടെയാണ് കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത്. കണ്ണടയ്ക്കുമ്പോൾ 97 ഉരുൾപൊട്ടലിന്റെ ഓർമ്മകളാണ്. പ്രിയപ്പെട്ടവരുടെ ജീവൻ കവർന്ന ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകൾ ഇവരുടെ വീട്ടുമുറ്റങ്ങളിൽ ഇന്നും കാണാം. ഇത് ഉരുൾപൊട്ടി പോകുന്ന കല്ലാണ്. അതുപോലെ തന്നെ ഇത് കണ്ട വീടിൻ്റെ ഇവിടെ എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ പദ്ധതിയൊക്കെ വന്ന് ഇന്നും വീണ്ടും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? മഴയൊന്നു കനത്താൽ ഇന്നും പഞ്ചായത്ത് അധികൃതരെത്തി വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെടും. ചിലർ ബന്ധുവീടുകളിലേക്ക് പോകും. പോകാനിടമില്ലാത്തവർ ഇവിടെ തന്നെ തുടരും. മഴ വരുമ്പം പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് ഇവിടെയുള്ള ആൾക്കാരും എല്ലാവരോടും വന്ന് പറയും, എപ്പോഴും പറയും. ഞങ്ങൾ മാറി താമസിക്കാൻ ഈ പെര പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു വഴിയില്ല. അത് കാരണം കൊണ്ട് ഇതിനകത്ത് കിടന്ന് ചാവുന്നുള്ളതെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഞങ്ങളെങ്ങും പോകാതെ കഴിച്ചു കൂട്ടുക. ഇക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച അനന്തംകുടിയിലാണ് പവർ ഹൗസ് നിർമ്മിക്കുന്നത്. ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപത്തുനിന്ന് 3 കിലോമീറ്ററോളം ടണൽ വഴിയും പൈൻസ്റ്റോക്ക് പൈപ്പ് വഴിയുമാണ് വെള്ളം പവർ ഹൗസിൽ എത്തിക്കേണ്ടത്. കിലോമീറ്ററുകൾ മല തുരക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം താങ്ങാൻ മാമലക്കണ്ടത്തെ ചുറ്റി നിൽക്കുന്ന മലനിരകൾക്ക് കരുത്തുണ്ടോ എന്നതാണ് ചോദ്യം. പദ്ധതി യാഥാർത്ഥ്യമായാൽ 97 ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് മാമലക്കണ്ടത്തെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. റാംഷ CP ആണ് ചെയ്യുന്നത്. റാംഷ, പല ദിവസങ്ങളിലായി നമ്മൾ അവിടുത്തെ ഈ സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തുകാരുടെ ആശങ്ക ഈ ടണൽ നിർമ്മിക്കുമ്പോൾ മല തുരക്കേണ്ട ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയതാണ്. നേരത്തെ അത്തരമൊരു അനുഭവമുള്ളതാണ്. എന്നിട്ടും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള പേപ്പർ വർക്കുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലഭിക്കാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ക്ലിയറൻസ് കൂടിയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുമായി കമ്പനി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ വലിയൊരു ആശങ്ക പങ്കുവെക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, അവിടെ 2.5 കിലോമീറ്ററിലധികം ദൂരം ഈ ടണൽ നിർമ്മിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കേണ്ടത്. അതായത് ഉരുളക്കുഴി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നും ഈ വെള്ളം ടണൽ വഴിയാണ് ഈ പവർ ഹൗസിലേക്ക് 2.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ മല തുരക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നതാണ് ഇവിടുത്തുകാരുടെ പേടി. അതിനൊരു അടിസ്ഥാനവുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 1997 ഇവിടെ നേരത്തെ ഉരുൾപൊട്ടിയതാണ്. അവിടെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടതാണ്. പലർക്കും വീടുകൾ പൂർണ്ണമായും നശിച്ചു പോയവരുണ്ട്. വീടുകൾ ഭാഗികമായി തകർന്നു പോയവരൊക്കെ ആ പ്രദേശത്ത് ഇന്നും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അവിടെ ജീവിക്കുന്നുണ്ട്. ആ മലയുടെ താഴ്വാരങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിൽ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഇനിയും അത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ, പ്രകൃതി ദുരന്തത്തിലേക്ക്, ഒരു മണ്ണിടിച്ചിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഭയമുണ്ട്. എന്നത് മാത്രമല്ല, ഇതിനു ശേഷവും ഈ സമീപകാലങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ മലമുകളിൽ നിന്നും കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ കല്ലുകൾ ഉരുണ്ടു വന്നതിൽ ചീളുകൾ തെറിച്ച് താഴെ അടിവാരത്ത് പണിയെടുക്കുന്ന 2 സ്ത്രീകൾക്ക് പരിക്കേറ്റ സംഭവവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരിപ്പോഴും ചികിത്സയിൽ തുടരുകയും ആണ്. അതായത് അവർക്ക് ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദുരിതം അനുഭവിച്ച ഒരു ജനതയാണ് ഇപ്പോൾ ഒരു ഭയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ ആശങ്ക പരിഹരിക്കാൻ ഇതുവരെ കമ്പനിയോ അല്ലെങ്കിൽ അധികാരികളോ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പവർ ഹൗസിൻ്റെ നിർമ്മാണം, അതല്ലെങ്കിൽ ഈ പദ്ധതിയുടെയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. അതിൽ പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ല, അതായത് പഞ്ചായത്ത് അനുമതി പോലും ഇല്ല എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ടർ TV തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. അത്തരത്തിൽ ഒരു പദ്ധതിയാണ്, ജനങ്ങൾക്ക് വലിയ ആശങ്കയുള്ള ഒരു പദ്ധതിയാണ്, പഞ്ചായത്ത് അനുമതി നൽകാത്തൊരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുമായി ഇപ്പോഴും കമ്പനി കൊച്ചിൻ ഹൈഡ്രോ പവർ പിണവൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുന്നോട്ട് തന്നെ പോകുന്നു. അതിന് ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ മതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, ഏതായാലും അവിടുത്തുകാർ ആശങ്കയിൽ തന്നെയാണ്. ആ ആശങ്ക കൂടി പരിഹരിച്ചിട്ട് വേണം ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എന്നത് മാത്രമാണ് പറയാനുള്ളത്. റാംഷ CP ആണ് വിശദാംശങ്ങൾ നൽകിയത്.